റജബിന്റെ ആദ്യ രാവിൽ സൂറത്തുൽ മുൽക്ക് നിങ്ങൾ പാരായണം ചെയ്യുക. റജബ് കഴിയുന്നത് വരെ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം നിങ്ങൾ ഓതുക. അതേപോലെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ് വശഅബാൻ വബല്ലിഗ്നാ റമദാൻ എന്ന പ്രാർത്ഥന ചൊല്ലുക. ഇതൊക്കെ ദഈഫായതാണ്, ദുർബലമായതാണ്. റജബിന്റെ ആദ്യ പത്തിൽ 100 തവണ സുബ്ഹാനല്ലാഹി സുബ്ഹാനൽ ഹയ്യുൽ ഖയ്യൂം എന്ന് ചൊല്ലുക. രണ്ടാമത്തെ പത്തിൽ സുബ്ഹാനല്ലാഹിൽ അൽ അഹദുസ് സമദ് എന്ന് ചൊല്ലുക. മൂന്നാം പത്തിൽ സുബ്ഹാനല്ലാഹി അർ റഊഫ് എന്ന് ചൊല്ലുക. ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ ദിക്റുകളാണ്, ഇതൊക്കെ പുണ്യമുള്ളതുമാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിക്കാത്ത ഒരു സ്ഥലത്ത് ഇത് പ്രത്യേകം നിശ്ചയിച്ച്, നബി പഠിപ്പിക്കാത്ത ഒരു എണ്ണം പ്രത്യേകം നിശ്ചയിച്ച്, നബി നിർണയിക്കാത്ത ഒരു കാലം അതിന് പ്രത്യേകം പരിഗണിച്ച് ഇത് ചെയ്യുമ്പോഴാണ് അത് ബിദ്അത്തായി മാറുന്നത്. കാരണം പ്രവാചക സുന്നത്തിൽ അതിന് പിൻബലമില്ല എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്, മനുഷ്യരെ നിങ്ങൾക്ക് മാതൃകയുള്ളത് മഹാനായ പ്രവാചകനിലാണ്. റജബ് കടന്നു വരുമ്പോ ആളുകൾ പറയും ഇത് മിഅ്റാജിന്റെ മാസമാണ് എന്ന്. അതിന്റെ പേരിൽ അനുസ്മരണ സദസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നതൊക്കെ കാണാം. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത്, ഇന്നൽ ഖിലാഫ ഫീ തഹ്ദീദി വഖ്തിഹി യസീദു അലാ 10 അഖ്വാലിൻ. മിഅ്റാജ് സംഭവം, ഇസ്രാ സംഭവം നടന്നതിനെ പറ്റി 10ഓളം കൗലുകൾ നിലനിൽക്കുന്നുണ്ട്. റമദാനിലാണ് അത് നടന്നത് എന്ന് പോലുമുള്ള അഭിപ്രായങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹിയോ സഹാബത്തോ അങ്ങനെ ഒരു അനുസ്മരണം പ്രത്യേകം സംഘടിപ്പിച്ചിട്ടില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു കാര്യമുണ്ട്, മാ തറക്തു മിൻ ഷൈഇൻ, ഞാൻ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വിട്ടേച്ചു പോയിട്ടില്ല, ഒഴിവാക്കി പോയിട്ടില്ല. യുഖരിബുക്കും മിനൽ ജന്ന, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതായ, ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു പോകാതെ. വമാ മിൻ ഷൈഇൻ യുബഇദുക്കും അനിന്നാർ, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എന്തെല്ലാം ഉണ്ടോ, ഇല്ലാ ഖദ് ഹദ്ദസ്തുക്കും ബിഹി, അതിനെപ്പറ്റി ഞാൻ മിണ്ടാതെ വിട്ടുപോയിട്ടില്ല. അഥവാ ഒരു മനുഷ്യൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകമോചനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്തിൽ നിന്നെല്ലാം വിട്ടു നിൽക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.